എല്ലാവർക്കും നമസ്കാരം. കാർ ഇൻഫോ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പം നിൽക്കുന്നത്. മറ്റൊന്നല്ല, 1000 സബ്സ്ക്രൈബർ എന്നുള്ള നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ചാനലിന്റെ ഭാഗത്തു നിന്ന്. ഇന്നത്തെ നമ്മുടെ വിഷയം, നമ്മൾ വാഹനവുമായിട്ട് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ അറിഞ്ഞും അറിയാതെയുണ്ടൊക്കെ ഒരുപാട് അല്ലെങ്കിൽ കുറച്ചെങ്കിലും നിയമലംഘനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. എത്ര ശ്രദ്ധിച്ചാലും ചെറിയ അശ്രദ്ധയൊക്കെ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവും. ഇതൊക്കെ ഒപ്പിയെടുക്കാനായിട്ട് ആർട്ടിഫിഷ്യൽ ക്യാമറകൾക്ക് പുറമെ 100 മെഗാ പിക്സലിന്റെയും 200 മെഗാ പിക്സലിന്റെ ഒക്കെ മൊബൈൽ ക്യാമറകളുമായിട്ടും ഒരുപാട് ആൾക്കാർ ഇപ്പോൾ റോഡിലുണ്ട്. ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് പോലീസിന് അല്ലെങ്കിൽ MVDക്ക് അയച്ചു കൊടുത്താൽ ചലാന്റെ രൂപത്തിൽ നമുക്ക് കിട്ടും. നമ്മളിത് അറിയ പോലുമില്ല. ചലാൻ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ നമുക്ക് കണ്ടെത്താം എന്നതും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അവസാനം വരെ കാണുക. അതിലുപരി നമുക്ക് ചലാൻ വന്നിട്ടുണ്ട്, നമുക്കിത് അറിയാം, കണ്ടു, പക്ഷെ ഞാൻ അടയ്ക്കാൻ ഉദ്ദേശിച്ചില്ല. ഗവൺമെന്റ് എന്താ വെച്ചാൽ കാണിച്ചോട്ടെ. എനിക്ക് പണി കിട്ടാൻ പോകുന്നത് ഞാൻ എന്തെങ്കിലും ഒരു സേവനത്തിന് RTO ഓഫീസിൽ പോകുന്ന സമയത്തല്ലേ, അത് അപ്പം അടയ്ക്കാം, അവിടെ ഇരിക്കട്ടെ, തൽക്കാലം ഞാൻ അടയ്ക്കില്ല. ഈ മനോഭാവത്തിലാണ് നിങ്ങൾ നടക്കുന്നത്. നിയമത്തെ നിങ്ങൾ വിലമതിക്കുന്നില്ല. ഒട്ടനവധി നിയമലംഘനങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് പുതിയൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. പണി പാലും വെള്ളത്തിലല്ല, പണി വീട്ടിൽ കൊടുന്ന് വീട്ടുപടിക്കൽ തരും എന്നതാണ് പുതിയ പോളിസി. മറ്റൊന്നുമല്ല, ഏറ്റവും കൂടുതൽ നിയമലംഘനങ്ങൾ നടത്തുന്ന വ്യക്തികളെ വീട്ടിൽ വന്ന് ആദരിക്കാനാണ് മോട്ടോർ വാഹന വകുപ്പ് തീരുമാനമെടുത്തിരിക്കുന്നത്. വീട്ടിൽ വന്ന് പോലീസ് സമൻസ് സർവ് ചെയ്യുന്നത് പോലെ നിങ്ങളുടെ വീട്ടുപടിക്കൽ നിങ്ങളുടെ RC ഓണറുടെ കയ്യിൽ നിയമലംഘനത്തിന്റെ എല്ലാത്തിനെയും ചലാൻ ഏൽപ്പിച്ച് പിഴ ഈടാക്കാനും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാനും ഒരുപക്ഷെ നിങ്ങളുടെ വാഹനം സീസ് ചെയ്തെടുക്കാൻ വരെ സാധ്യതയുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റാൻ മോട്ടോർ വാഹന വകുപ്പ് നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിയമലംഘനങ്ങൾ അറിഞ്ഞും അറിയാതെയും ആദ്യം പറഞ്ഞ പോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നിയമം തെറ്റിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് വല്ല ചലാനും അടയ്ക്കാൻ ബാക്കിയുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. അതിന് മുന്നേ ചെറിയൊരു ടിപ്പും കൂടെ തരാം. ഒട്ടുമിക്ക ഡ്രൈവർമാരും 90% ആൾക്കാരും രാവിലെ വാഹനം എടുക്കുന്നതിന് മുന്നേ, അതുപോലെ വാഹനം കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ഇതിലേതെങ്കിലും ഒരു സമയത്തെങ്കിലും വാഹനത്തിന് ചുറ്റുമൊക്കെ ഒന്ന് നടന്നു വല്ല സ്ക്രാച്ചോ വല്ല തട്ടലും മുട്ടലും ഉണ്ടോ, 4 വീലിനും കണ്ടീഷൻ എയർ ഉണ്ടോ, ചിലർ ബോണറ്റൊക്കെ തുറന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വാഹനം ഓടിക്കുന്നവരായിരിക്കും. 10%-ൽ താഴെ പേര് മാത്രമായിരിക്കും വാഹനത്തിൽ കയറുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു, പോകുന്നു, തിരിച്ചു കൊണ്ടു വയ്ക്കുന്നു, ഇറങ്ങുന്നു, വീട്ടിലേക്ക് കയറുന്നു. ഈ കാര്യം ചെയ്യുന്ന വെറും 10% ബാക്കിയുള്ളവർ വണ്ടിയുടെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നോക്കുന്നവരായിരിക്കും. അപ്പൊ എങ്ങനെയായാലും 100% ആൾക്കാരും ഈ വീഡിയോ കാണുന്നവരെങ്കിലും ചെയ്യേണ്ട ഒരു ചെറിയൊരു ആചാരം പുതിയതായിട്ടുണ്ട്. മറ്റൊന്നല്ല, നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്ന M-പരിവാഹൻ എന്നുള്ളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. വാഹനവുമായിട്ട് യാത്ര പുറപ്പെടുന്നതിന് മുന്നേ അല്ലെങ്കിൽ യാത്ര ചെയ്ത് വന്നതിന് ശേഷം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അതിൽ കയറിയിട്ട് നമ്മുടെ വെഹിക്കിൾ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് ചെക്ക് ചലാൻ സ്റ്റാറ്റസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ സൈഡിൽ സ്ക്രീനിൽ അത് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് എത്ര ചലാൻ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചലാൻ വന്നിട്ടുണ്ടോ എന്നുള്ളതൊന്ന് പരിശോധിക്കുക. ഉണ്ടെങ്കിൽ അതിൽ തന്നെ പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതുവഴി ആ പേയ്മെന്റ് അങ്ങ് ചെയ്തിട്ടേക്കുക. കാരണം നമ്മളൊരു നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് കോടതിയിലേക്ക് പോകും. കോടതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ നേരിട്ട് ഹാജരാവേണ്ട സ്ഥിതിവിശേഷത്തിലേക്കൊക്കെ പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ വന്നേക്കാം. അപ്പോൾ എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ സ്ഥിരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് വളരെ ലളിതമായ രീതിയിൽ ഈ ചലാൻ ഓൺലൈനിൽ പേ ചെയ്യാം. നമ്മളൊരു e-commerce സൈറ്റിൽ കയറിയിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്ന പോലെ നമുക്കിതിവിടെ പേ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ഒരിക്കലും സർക്കാരിന് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ടിപ്പായിട്ടല്ല വന്നത്. നമുക്ക് ചലാൻ വന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതെ കണ്ട് എങ്ങനെ അവസാനിപ്പിക്കാം. ഇന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു ചെറിയ കാര്യം പറയട്ടെ. ഉപദേശമായിട്ട് ആരും എടുക്കരുത്. പരമാവധി നിയമം പാലിച്ചുകൊണ്ട് വാഹനം ഓടിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് പാർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ റോഡിന്റെ വശത്തേക്ക് നല്ലോണം ഒതുക്കി ആ സൈഡിലുള്ള വൈറ്റ് ലൈനിന് പുറത്തേക്കൊക്കെ വാഹനം ഒന്ന് പാർക്ക് ചെയ്യുക. മറ്റൊരാൾക്ക് മാർഗതടസ്സം ഉണ്ടാക്കരുത്. ലൈൻ ട്രാഫിക്കും സിഗ്നൽസും എല്ലാം പാലിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക എന്നപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി.